സോറികളെ, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിന് വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ ദേശത്ത്, ഈ ഒരു സ്ഥലത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നൊരു സ്ഥലമാണ്. നമ്മൾ എത്ര പേര് വരുന്നു എന്നുള്ളതല്ല. 1000 വരാം, 100 പേര് വരാം, 10 പേര് വരാം. ആ 10 പേർക്ക് വേണ്ടിയും 1000 പേർക്ക് വേണ്ടിയും ഈശോ തിരഞ്ഞെടുത്ത് വെച്ച ഒരു സ്ഥലമാണിത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങളൊരു ശുശ്രൂഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഒരു ഏകദിന ധ്യാനമോ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ധ്യാനം നടക്കുന്നു, ഒരു ശുശ്രൂഷ നടക്കുന്നു, അപ്പോൾ ആ സമയം മുതൽ നിങ്ങളതിന് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈശോ ഇവിടെ വെച്ച് തരണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ആലയത്തിലേക്ക് വരുമ്പോൾ, ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ പാമ്പാടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, ഇവിടെയുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയാണ്. ഞങ്ങളുടെ USP, ഞങ്ങളുടെ സ്പിരിച്വൽ മാർക്കറ്റിംഗ് ഈ ഒരൊറ്റ ആളെ വെച്ചുകൊണ്ടാണ്. ആരെ വെച്ചുകൊണ്ട്? ഈശോയെ. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഈശോ. ഇവിടുത്തെ ഏറ്റവും വലിയ സാക്ഷ്യം എന്താണ്? ഈശോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസൻസും ഈശോയാണ്. ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം. നിങ്ങളുടെ അടുത്തുണ്ടെന്നും എൻ്റെ കൂടെ നിങ്ങളെക്കാട്ടും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ അടുത്തുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഹീസ് ഹിയർ. അവനിവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രത്യാശ തരേണ്ടതും ഈ ഒരൊറ്റ കാര്യമാണ്. ആരുണ്ട് ഇവിടെ? ഈശോ ഇവിടെ ഉണ്ട്. നല്ല ഉറക്കെ പറ, ആരുണ്ട് ഇവിടെ? ഈശോ ഉണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 71 എടുക്കാമോ? 71-ാമത്തെ സങ്കീർത്തനം. ടൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമായിരിക്കും, നിങ്ങളെല്ലാം യുവാക്കളായതുകൊണ്ട്. എന്നാലും എടുത്തോ. ബൈബിൾ കൊണ്ടുവന്നോ? ബൈബിളൊന്നും വരാണ്ട് ഗുഡ് ന്യൂസിലേക്ക് വരരുതേ പ്ലീസ്. ബൈബിൾ ഇല്ലാണ്ട് വന്നേക്കല്, നിങ്ങൾ ഇവിടെ നിന്ന് ചമ്മി പോവുള്ളൂ. 71-ാമത്തെ സങ്കീർത്തനം വൃദ്ധൻ്റെ പ്രാർത്ഥനയാണ്. വൃദ്ധൻ്റെ പ്രാർത്ഥന വെച്ചാൽ ഒത്തിരി പ്രായമായവരുടെ പ്രാർത്ഥന ഒന്നും കൂടണ്ട. ചില സമയത്തൊക്കെ നമുക്ക് ചില നിരാശകളും ഇരുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇച്ചിരി പ്രായം കൂടിയ പോലെയൊക്കെ തോന്നാറുണ്ട്. ശരിയാണോ? ഇല്ലേ? ചിലപ്പോൾ അങ്ങ് ദുഃഖമൊക്കെ കൂടി കഴിയുമ്പോൾ, നിരാശയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു ഊർജ്ജം മുഴുവൻ പോകും. ഇപ്പോൾ ഈ വൃദ്ധൻ്റെ പ്രാർത്ഥന വെച്ചാൽ 70-ആയവർക്ക് 80-ആയവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. 10 വയസ്സ് മുതലുള്ളവർ വൃദ്ധരാവാറുണ്ട്. സാഹചര്യങ്ങൾ കാരണം ഒരു ക്ഷീണിച്ച് അവശനായി ഇനി പറ്റിയാലെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളൊരു സങ്കീർത്തനമാണ് ഇത്. പറഞ്ഞേ ഹല്ലേലൂയ. 71-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 14-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. 71-ാം സങ്കീർത്തനം 14-ാം വാക്യം ഒരുമിച്ച്. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അവിടുത്തെ എൻ്റെ ദൈവത്തെ ഞാൻ എപ്പോഴും മേൽക്കുമേൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമുക്കുണ്ടാവേണ്ട ഒത്തിരി ഗുണങ്ങൾ, ഒത്തിരി നന്മകൾ, ഈശോ നമുക്ക് ദാനമായി തന്ന ഒരുപാട് കൃപകളിൽ നമ്മൾ ആഗ്രഹിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് പ്രത്യാശ. പ്രത്യാശ. 3 പ്രധാനപ്പെട്ട വെർച്യൂസ്, 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ സഭ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, വിശുദ്ധ പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഏതാണ് ഏറ്റവും ഉത്കൃഷ്ടം? സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസം മോശമാണോ? അല്ല. പ്രത്യാശ മോശമാണോ? ഇല്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യാശയ്ക്ക് നല്ല ഫോക്കസ് കൊടുക്കുക. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. ഈ വിശ്വാസം ഉണ്ടായിട്ട് പ്രത്യാശയില്ലെങ്കിൽ വല്ലതും നടക്കുമോ? വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വരുന്നതും, നിങ്ങൾ ഈശോയുടെ മുമ്പിൽ പോയെന്ന് പൊട്ടിക്കരയുന്നതും, നിങ്ങളുടെ സങ്കടങ്ങൾ ഈശോയോട് പറയുന്നതും വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ശരിയല്ലേ? ഈശോയെ നിങ്ങൾ വിശ്വസിക്കുന്നു, അവൻ സഹായിക്കുമെന്നുള്ളത്, അവൻ സ്നേഹിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ പ്രത്യാശ ഇല്ലെങ്കിലോ? കാരണം നമ്മളിങ്ങനെ വിശ്വാസത്തോടെ 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി ഒരേ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥന തുടരാനുള്ള വലിയൊരു കാര്യം എന്താണ്? നിങ്ങൾക്ക് വിശ്വാസം മാത്രമല്ല ഉള്ളത്, എന്തുകൂടെ ഉണ്ട്? പ്രത്യാശയും കൂടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം ചിലപ്പോൾ, തെറ്റിദ്ധരിക്കരുത്, വിശ്വാസം ചിലപ്പോൾ നമ്മളെ നിരാശപ്പെടുത്താം. വിശ്വാസം ചിലപ്പോൾ നമ്മളെ നിരാശപ്പെടുത്താം. ദൈവികമായിട്ട് ചിന്തിച്ചാലും മാനുഷികമായിട്ട് ചിന്തിച്ചാലും വിശ്വാസം ചില സമയത്ത് നമ്മളെ നിരാശപ്പെടുത്താം. സ്നേഹവും നിരാശപ്പെടുത്താം. ശരിയാണോ? സ്നേഹവും നമുക്ക് നിരാശ തരാം. പക്ഷെ നമുക്ക് പ്രത്യാശ തരുന്ന നിരാശ തരാത്ത ഒറ്റ കാര്യമുള്ളൂ. എന്ത്? പ്രത്യാശ. പൗലോസ്ലീഹ തന്നെ അത് റോമക്കാരോട് പറയുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 71-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും.
തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ, പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ, ഇരുട്ട് മൂടി നിൽക്കുന്ന ഒരു രാത്രിയിൽ, പകലിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാവരും മാറി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, നിങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന് ഈ സ്തുതിഗീതം, ഈ പ്രത്യാശയുടെ ഗീതം ഉയരണം. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. കടം എന്ന് മാറും, രോഗം എന്ന് മാറും, കണ്ണുനീർ എന്ന് മാറും, അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്, എന്ന് മാറുമെന്നുള്ളതല്ല, എപ്പം മാറിയാലും ഇനി മാറിയില്ലെങ്കിലും ഞാൻ എപ്പോഴും പ്രത്യാശ ഉള്ളവനായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 71 സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചേ. 5ഉം 6ഉം വാക്യങ്ങൾ. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം പിടികിട്ടണം. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ ഗുരുക്കന്മാരോ, എൻ്റെ മാതാപിതാക്കളോ, എൻ്റെ ബന്ധുമിത്രാദികളോ, എൻ്റെ പാരമ്പര്യമോ, എൻ്റെ പൈതൃകമോ, ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ കഴിവുകളോ, സ്വത്തോ, സമ്പാദ്യമോ അല്ല എൻ്റെ പ്രത്യാശ. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ഒന്നുറക്കെ പറഞ്ഞേ, കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞാൽ പിടികിട്ടുന്നുണ്ടോ? ചുമ്മാ അത് ശരിയാവും, ഇത് ശരിയാവും, നാളെ മാറും എന്നുള്ള ഒരു ചിന്തയല്ല. ഞാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങാണ് എൻ്റെ പ്രത്യാശ. പറഞ്ഞേ ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം തുടർന്ന് വായിച്ചേ. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ഇപ്പം ആരാണ് ആശ്രയം? ഈശോ. നാളെ ചെറുപ്പം മുതൽ കർത്താവാണ് എൻ്റെ ആശ്രയം. അടുത്ത വാക്യം, ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്, ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. സോ എപ്പോഴും ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങളാണ് സങ്കീർത്തനം 71 പറയുക. 1, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. 2, ഞാൻ എപ്പോഴും അവിടുത്തെ സ്തുതിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സ്തുതിക്കുക, ആരാധിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? നിങ്ങൾ പ്രാർത്ഥിച്ചൊരു കാര്യം നടക്കുമ്പോൾ സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം, അല്ലേ? അപ്പോഴല്ല. നിങ്ങളുടെ പ്രത്യാശ എത്ര വലുതാണെന്നും നിങ്ങളുടെ വിശ്വാസം എത്ര വലുതാണെന്നും നിങ്ങളുടെ സ്നേഹം എത്ര വലുതാണെന്നും അറിയാൻ പോകുന്നത് ഈ പ്രതീക്ഷിച്ചത്, പ്രാർത്ഥിച്ചത് കിട്ടാത്തൊരു സമയത്തും ഇങ്ങനൊരു വിശ്വാസം പ്രഖ്യാപിച്ച്, നീയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ, ഞാൻ എപ്പോഴും, നീ എനിക്ക് ഉത്തരം തന്നാലും തന്നില്ലേലും ഞാൻ നിന്നെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒന്നാന്തരം വിശ്വാസിയായി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഉള്ളിലുള്ളൊരു പ്രശ്നം ഇതാണ്. തന്നാൽ ഞാൻ സ്നേഹിച്ചോളാം, പ്രാർത്ഥന കേട്ടാൽ ഞാൻ സ്നേഹിച്ചോളാം, നീ എനിക്ക് ഉത്തരം തന്നാൽ ഞാൻ സ്നേഹിച്ചോളാം. അത് വിശ്വാസിയല്ല, അതൊരു ബിസിനസ്സുകാരനാണ്. അതൊരു ബിസിനസ്സുകാരൻ്റെ പരിപാടിയാണ്. നമ്മൾ ഈശോയായിട്ട് ബിസിനസ്സാണോ ചെയ്യണേ? അല്ല, ഇത് റിലേഷൻഷിപ്പാണ്, ഒരു കവണൻ്റാണ്, ഒരു ഉടമ്പടിയാണ്. എപ്പോഴും നീ ആയിരിക്കും എൻ്റെ പ്രത്യാശ, ഞാൻ എപ്പോഴും നിന്നെ സ്തുതിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ സ്ഥിരം സ്തുതിക്കുന്ന, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം. 16-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചു. സങ്കീർത്തനം 71 അതിൻ്റെ 16-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഇന്നിവിടെ ഈ ആരാധനയ്ക്കിരിക്കുന്ന, ഇന്ന് വചനം കേൾക്കാനിരിക്കുന്ന നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഈ വചനം ഏറ്റുപറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ആലയത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ കടന്നു വരുന്നത് ഒരു സങ്കടത്തോടെ ആയിരിക്കും. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു കാര്യത്തിൻ്റെ പേരിലായിരിക്കും, നിരാശയിലായിരിക്കും, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്ന് ചിന്തിച്ചായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഈ ആരാധനാലയത്തിൽ നിന്ന് ഞങ്ങൾ തരുന്ന റൂൾ ഇതാണ്: കർത്താവായിരിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ. അവനെ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്, നിങ്ങൾക്കുള്ള പ്രോമിസ്, നിങ്ങൾക്കുള്ള വാഗ്ദാനം, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന ഒറ്റ കാര്യം, ഈശോ ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തിയുടെ സാക്ഷ്യമായി നീ മാറും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഈശോ ചെയ്ത അത്ഭുത പ്രവൃത്തിയുടെ സാക്ഷ്യമായി ഞാൻ മാറും. നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം, നിങ്ങൾ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം, നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകാം. ഈ ഉത്തരം കിട്ടാത്തതിൻ്റെ പേരിൽ, ഈ സങ്കടം നീണ്ടുപോകുന്നതിൻ്റെ പേരിൽ. പക്ഷേ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്ക്. 30 60 അല്ല, 100 മേനി ഫലം ചൂടുന്നൊരു വചനാണത്. എൻ്റെ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ മാറും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം കൂടെ ഒന്ന് ഉറക്കെ വായിച്ചു. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 20-ാമത്തെ വാക്യം, ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി എന്ന് വെച്ചാൽ കർത്താവ് നമ്മളെ ശപിച്ചു എന്നല്ല, എൻ്റെ അർത്ഥം അനുവദിച്ചു.
ദാരുണമായ ചില സങ്കടങ്ങൾ, ചില ഇരുട്ടുകൾ കർത്താവ് എനിക്ക് അനുവദിച്ചു. എങ്കിലും അവിടുന്ന് എനിക്ക് നിങ്ങളൊരു ജീവനില്ലാത്ത പോലെയാണല്ലോ വായിക്കുന്നത്, ഉറക്കെ വായിക്കുക. എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും. അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ പ്രത്യാശയുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഒരുപക്ഷെ ഒരിക്കലും ഉത്തരം കിട്ടുകയെന്ന് ഓർത്തിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഈ ആലയത്തിൽ വന്നിട്ട്. എന്നാലും ഒരു ധ്യാനം കൂടി കളയാം, എന്നാലും കുറച്ച് നേരം ആരാധിച്ച് കളയാം. ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കുറേ നാളായി പ്രാർത്ഥിക്കുന്നു. അസാധ്യമെന്ന് നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ ജീവിതം, നമ്മുടെ സങ്കടം കണ്ടവരെല്ലാം വിധി കൽപ്പിച്ചിട്ടുണ്ട്. ഇത് നടക്കാൻ പോണില്ല, ഇതിന് ഉത്തരം കിട്ടില്ല. ഇതുപോലെ സഹിച്ചവർക്ക് ഉത്തരം കിട്ടാതെ പോയിട്ടുണ്ട്, ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷെ ആരെത്ര നിരാശയുടെ വാക്കുകൾ പറഞ്ഞാലും നമ്മളോട് ഈശോ പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ആ വാഗ്ദാനം ഇത്രയേ ഉള്ളൂ: എൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി നിന്നെ ഞാൻ മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി. ഞാൻ വീഴുന്നത് അവൻ കണ്ടു. ഞാൻ വീഴുന്നത് അവൻ കണ്ടെങ്കിൽ അവൻ എന്നെ പിടിച്ചുയർത്തും, എനിക്ക് മഹത്വം തരും, അവൻ എന്നെ വീണ്ടും ആശ്വസിപ്പിക്കും. വലത് ഉയർത്തി പറ ഹല്ലേലൂയ. ആശ്വസിപ്പിക്കാൻ ഒരാളും കൂടെയില്ല, സഹായിക്കാൻ ആരുമില്ല. നിരാശപ്പെടുത്താൻ 100 പേർ ആളുകൾ ചുറ്റും നിൽക്കുന്നു. നന്നാവില്ലെന്നും ശരിയാവില്ലെന്നും കയറി വരില്ലെന്നും പറഞ്ഞ് വിധി കൽപ്പിച്ച് ചവിട്ടി താഴ്ത്തിയിട്ടേക്കാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ഒരു ദ്വന്ദ്വ യുദ്ധം നടക്കുന്നുണ്ട്, ഒരു കലാപം നടക്കുന്നുണ്ട്. ഇത് ശരിയാവില്ല, ഇതിനൊരു ഉത്തരം കിട്ടില്ല, ഇത് മാറില്ല എന്ന് 1000 തവണ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞാലും ഈശോ നിങ്ങളോട് പറയാണ്: ഞാൻ നിന്നെ വീണ്ടും ആശ്വസിപ്പിക്കും. നിന്റെ ചെറുപ്പം മുതലുള്ള പ്രത്യാശ ഞാനാണ്, നിന്റെ ചെറുപ്പം മുതലുള്ള ആശ്രയം ഞാനാണ്. നിരാശപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കയ്യെപ്പിടി പറ, നീ നിരാശപ്പെടാൻ ഈശോ അനുവദിക്കില്ല. പറഞ്ഞേ. അവരുടെ നിരാശയോ ആശയോ ഒന്നും നിങ്ങൾക്കറിയില്ല, പക്ഷെ കയ്യെപ്പിടിച്ച് പറ, നീ നിരാശപ്പെടാൻ ഈശോ അനുവദിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം എടുക്കാമോ? റോമൻസ് ചാപ്റ്റർ 5, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 5-ാമത്തെ വാക്യം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കിട്ടിയോ? റോമ 5:5 ഒരുമിച്ച് വായിക്കാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നല്ല ശ്രദ്ധയോടെ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പക്ഷെ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും, എത്ര കാലം ഈ ഉത്തരത്തിന് വേണ്ടി വാതിലുകളിൽ മുട്ടേണ്ടി വരും, എത്ര കാലം ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വർഷമോ 1 ആയുസ് മുഴുവനുമോ ഉത്തരം കിട്ടാതെ ചില കാര്യങ്ങളിൽ നിരാശപ്പെടാതെ പ്രത്യാശയോടെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ആ പ്രത്യാശയുടെ ഒപ്പം, ശ്രദ്ധിച്ച് കേൾക്കണം, ആ പ്രത്യാശയുടെ ഒപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തരുന്ന മറ്റൊരു കാര്യമാണ് സ്നേഹം. കിട്ടുന്നുണ്ടോ? ഇപ്പം പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം ഇതേ ഉള്ളൂ, ആ സ്നേഹം ഉള്ളിലോട്ട് നിറഞ്ഞു. കാത്തിരിക്കുന്നിടത്തോളം കാലം ഒരാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും അവൻ എനിക്ക് വേണ്ടി നല്ലത് കരുതിയിട്ടുണ്ടെന്നും അവൻ്റെ സ്നേഹത്തിന് അവസാനമില്ലെന്നുമുള്ള ആ ഒരൊറ്റ ബോധ്യമാണ് പ്രത്യാശയിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനം ഒരിക്കൽ കൂടി ഒരുമിച്ചൊന്ന് വായിച്ചേ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇത് പിടികിട്ടുന്നുണ്ടോ? അതായത് ഈ പ്രത്യാശയോടെ നിങ്ങൾ കാത്തിരിക്കുകയാണ്. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില സമയത്തൊക്കെ എനിക്ക് ഈ ഇമെയിലൊക്കെ കിട്ടുന്ന സമയത്ത് വായിക്കുന്ന സമയത്ത് തന്നെ ചങ്കടിച്ചു പോകാറുണ്ട്. നമ്മളപ്പോഴാണ് മനുഷ്യരുടെ സങ്കടങ്ങൾ അറിയുക. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ, ഒന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒപ്പം തന്നെ എൻ്റെ ഉള്ളിൽ ചില വലിയ സഹനങ്ങളും സങ്കടങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലൊരു സ്വാർത്ഥതയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ, ഇവരൊരിക്കലും എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ഇത് പറയരുതേ എന്ന്. 2 കാര്യത്തിനാണ്. ഒന്ന്, പെട്ടെന്ന് ഉത്തരം കൊടുക്കണം. പെട്ടെന്ന് ഉത്തരം കൊടുത്താൽ അവരെൻ്റെ അടുത്ത് വരികയല്ലോ, അല്ലേ? ഇനി എങ്ങാനും എൻ്റെ അടുത്ത് വന്നാൽ ഇവർ ഈ സങ്കടം നേരിട്ട് പറഞ്ഞാൽ എനിക്കത് കേട്ടിരിക്കാൻ പറ്റില്ല, ഞാൻ തലയിറക്കി താഴെ വീഴും. ലോല മനസ്സായതുകൊണ്ടല്ല, എനിക്ക് അത്രയും കട്ടിയുള്ളൂ. ചില മനുഷ്യരുടെ സങ്കടം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമുക്കുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം, നമ്മുടെ മുട്ടുവേദന, നമ്മുടെ തുമ്മൽ, നമ്മുടെ തലവേദന, നമ്മുടെ വീട്ടിലെ പ്രശ്നം, ഇതാണ് ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇപ്പോൾ കടന്നു പോകുന്ന ക്രൈസിസ് നമ്മളെ തകർത്ത് കളയുന്നൊക്കെ വിചാരിക്കും. പക്ഷെ മറ്റ് ജീവിതങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, മനുഷ്യർക്കുണ്ടാകുന്ന ചില സഹനങ്ങൾ, അവർ കടന്നു പോകുന്ന തീച്ചൂളകളൊക്കെ അറിയുമ്പോൾ ഈശോയ്ക്ക് നിങ്ങൾ നന്ദി പറയല്ലാണ്ട് വേറെ ഒരു വഴി ഉണ്ടാവില്ല.
അത്രയും സഹനം എനിക്ക് അനുവദിച്ചില്ലോ കർത്താവെ എന്ന് ഓർത്ത് നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ചില സഹനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ എപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾക്കുള്ള ഈ പ്രശ്നം അതുള്ള ഭൂമിയിലെ ഒരേ ഒരു വ്യക്തി നിങ്ങളാണോ? അല്ല. 1000 ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാകാം, ഇതിൻ്റെ ഇരട്ടി പ്രശ്നങ്ങളുണ്ടാകാം. നിങ്ങൾ അനുഭവിക്കുന്ന ആ ക്രൈസിസ്, അതേ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു 100 പേർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കിട്ടുന്നുണ്ടോ? അതായത് നിങ്ങളുടെ സഹനത്തെ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയാക്കി മാറ്റണം. ഈശോ പെട്ടെന്ന് ഉത്തരം തരും. അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. സോ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ആ നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരേ ഒരു കാര്യം, ഈ കാത്തിരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിലൂടെ ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ സ്നേഹം ഉള്ളത് കൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കും, ഇടിച്ചു നിൽക്കും, അടിച്ചു നിൽക്കും, ഓവർകം ചെയ്യും. ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 8-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. 8:36 കിട്ടിയോ? പെട്ടെന്ന് എടുക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ഒരുമിച്ച് വായിച്ച്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആളുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. എന്നുവെച്ചാൽ പൗലോസ്ലീഹ വലിയൊരു സഹനത്തിൻ്റെ ഒരു ഘോഷയാത്രയെ മുഴുവൻ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ ഒതുക്കിയിരിക്കുകയാണ്. കർത്താവേ, ഞാൻ എല്ലാ ദിവസവും വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടിനെ പോലെ കരുതപ്പെടുന്നു. എന്ന് വെച്ചാൽ സഹനം തീരുന്നില്ല. എല്ലാ ദിവസവും കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിളാണോ? എല്ലാ ദിവസവും കൊല്ലപ്പെടുമോ? ഒരു ദിവസമേ നമ്മുടെ മരണമുള്ളൂ, ഇല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന പോലത്തെ സഹനം. പക്ഷെ പൗലോസ്ലീഹ പറയുന്നത് എല്ലാ ദിവസവും കൊല്ലപ്പെടുകയാണ്. എന്നുവെച്ചാൽ മരണത്തെപ്പോലെ വേദനകൾ നമുക്ക് ഉണ്ടാവുകയാണ്. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ സഹനങ്ങൾ, കൊലയ്ക്കുള്ള ആടിനെ പോലെ. എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ലാത്ത രീതിയിൽ, പിടിച്ചു നിൽക്കാൻ ഒരു വഴിയില്ലാത്ത രീതിയിൽ സഹനം ഇങ്ങനെ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കുള്ള പ്രശ്നം, സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രശ്നം, കുടുംബജീവിതത്തിലെ പ്രശ്നം, ശുശ്രൂഷകളുടെ പ്രശ്നം, രാഷ്ട്രത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശ്വാസം വിടാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ, നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. കൊലയ്ക്കുള്ള ആടിനെ പോലെ എല്ലാ ദിവസവും കരുതപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. 37-ാം വാക്യം ഉറക്കെ നല്ല ബോധ്യത്തോടെ വായിച്ചേ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. കൊലയ്ക്കുള്ള ആടിനെ പോലെ എന്നെ കരുതുന്നു, ആളുകൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, കടബാധ്യതകളും രോഗങ്ങളും സങ്കടങ്ങളും വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളുമെല്ലാം ഓരോ ദിവസവും എന്നെ കൊലക്കളത്തിലേക്ക് നയിക്കുന്നു. കൊലയ്ക്കുള്ള ബലിക്കുള്ള കുഞ്ഞാടിനെ പോലെ ഞാൻ കരുതുന്നു. പക്ഷേ എന്നിലേക്ക് പകർന്നു കിട്ടപ്പെട്ട ആ ഈശോയുടെ സ്നേഹനിമിത്തം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കടം നിന്നെ കൊല്ലാൻ ശ്രമിക്കും, ഈ രോഗം നിന്നെ കൊല്ലാൻ ശ്രമിക്കും, ഈ ദുശീലങ്ങൾ നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കും, ഈ കുടുംബ പ്രശ്നങ്ങൾ, ഈ ക്രൈസിസുകൾ, ഉത്തരം കിട്ടാത്ത ഈ ചോദ്യങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ നിന്നെ ആത്മഹത്യയിലേക്ക്, മരണതുല്യമായ ഒരു ജീവിതത്തിലേക്ക്, ഒരു ചെറുപ്പത്തിൽ തന്നെ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളിലേക്ക് മനസ്സിടിഞ്ഞു പോകുന്നു. മനസ്സിന് പ്രായം കൂടുന്നു, ശരീരം തളരുന്നു. വൃദ്ധൻ്റെ പ്രാർത്ഥന നമ്മൾ 71-ാം സങ്കീർത്തനത്തിൽ വായിച്ചു. തളർന്നു പോവാണ് മനുഷ്യർ, പക്ഷേ എഴുന്നേറ്റ് വരികയാണ്, കൊലക്കളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ഒറ്റ കാരണം, അവൻ്റെ സ്നേഹം നിമിത്തം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം കണ്ടെത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല. കാരണം നിരാശ വരുംതോറും, കാത്തിരിപ്പിൻ്റെ ഈ കാലയളവ് കൂടുന്തോറും അറിയാതെ ഉള്ളിലോട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ സ്നേഹം. ആ സ്നേഹം നിമിത്തം നമ്മൾ പ്രത്യാശയിൽ പിടിച്ചു നിൽക്കും, നമ്മളിതിനെ അതിജീവിക്കും, പൂർണ്ണ വിജയം വരിക്കുക തന്നെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. പിടിച്ചു നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ കഴിഞ്ഞ 7 വർഷത്തെ എൻ്റെ സുവിശേഷ ശുശ്രൂഷയിൽ ആദ്യത്തെ 2 കൊല്ലം അത്ര ഈസി ആയിരുന്നില്ല. കാരണം നമ്മുടെ വിളി തിരിച്ചറിയാൻ ഇച്ചിരി ലേറ്റായി. കഴിഞ്ഞ 5 വർഷം ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചതും മനുഷ്യരോട് സംസാരിച്ചതുമായ ഒരനുഭവത്തിൽ നിന്ന്, അതൊരു വലിയ അനുഭവ കാലയളവല്ലെന്ന് എനിക്കറിയാം. പക്ഷെ സഹനങ്ങൾ ഒത്തിരി മനുഷ്യരുടെ, ചെറുപ്പക്കാരുടെ, വലിയവരുടെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സൊല്യൂഷൻ കൊടുക്കാതെ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ മുമ്പിൽ ഈ നിന്ന മനുഷ്യരൊക്കെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ചിലരൊക്കെ പിടിച്ചു കയറി പോകുന്നത് ഞാൻ കണ്ട ജീവിതങ്ങളെല്ലാം അവരനുഭവിച്ച ഒറ്റ കാര്യമാണ്. എവിടെയോ വെച്ച് ഈശോയുടെ സ്നേഹം അവരറിഞ്ഞു. കെട്ടിയ കയറ് തൂരി എറിഞ്ഞു, എടുത്ത വിഷക്കൊപ്പി തൂരി എറിഞ്ഞു, കയറാനിരുന്ന ട്രെയിനിൽ കയറി അടുത്ത രാജ്യത്തേക്ക് പോയി, അടുത്ത സ്ഥലത്തേക്ക് പോയി. മരിക്കണം തീരുമാനിച്ചവർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മരണക്കിടക്കയിൽ നിന്നും ആത്മഹത്യ മുനമ്പുകളിൽ നിന്നും മനുഷ്യർ തിരിച്ചു കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. ആരും ഇൻഫ്ലുവൻസ് ചെയ്തതല്ല, ആരും സഹായിച്ചതല്ല. ഈ നിരാശയുടെ വക്കിൽ അയാൾ വീണ്ടും ഈശോയുടെ സ്നേഹം അറിഞ്ഞു,
ഈ സ്നേഹം എല്ലാ കാര്യത്തിലും എനിക്ക് വിജയം തരുമെന്ന് കണ്ട് മനസ്സിലാക്കിയ ആളുകൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. നിങ്ങളും അതിനകത്തുണ്ട് എന്നെനിക്കറിയാം. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറ ഹല്ലേലൂയാ. കൊറിന്തോസാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം എടുക്കാമോ? 2 കൊറിന്തോസ് അതിൻ്റെ 5-ാമത്തെ അധ്യായം, 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 5. 2 കൊറിന്തോസ് 5-ാമത്തെ അധ്യായം. ആ സ്നേഹം എങ്ങനെ നമ്മളിലേക്ക് വെളിപ്പെട്ടു? 2 കൊറിന്തോസ് 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. കിട്ടിയോ? 2 കൊറിന്തോസ് 5:14. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെന്നും. ആരാ? ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ആര്? ഈശോ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെന്നും അതിനാൽ എല്ലാവരും മരിച്ചെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ. അടുത്ത വാക്യം ഉറക്കെ വായിക്ക്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. കേട്ടുന്നുണ്ടോ? മനുഷ്യർ ചിലപ്പോൾ നിങ്ങളോട് വന്ന് ചോദിക്കും, ചേച്ചി എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ചേട്ടായി ഈ സഹനത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഒറ്റ ഉത്തരവേ ഉള്ളൂ നമുക്ക്. ഇട്ടേച്ച് പോകാൻ 100 കാരണങ്ങൾ, പിടിച്ചു നിൽക്കാൻ ഒറ്റ കാരണം. എന്ത്? ഈശോ എന്ന് മാത്രം പറഞ്ഞ പോരാ, ആ ഈശോയുടെ സ്നേഹം എനിക്ക് ഉത്തേജനം നൽകുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. പലതരത്തിൽ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. വലിയൊരു പ്രത്യാശയോടെ വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണ് നമുക്ക് ഉത്തേജനം നൽകുന്നത്? നമ്മുടെ ബൂസ്റ്റും ബോൺവിറ്റയും നമ്മുടെ ഹോർലിക്സും നമ്മുടെ കൂവപ്പൊടിയും എല്ലാം ഒന്ന്, ഈശോയുടെ സ്നേഹം. അത് നമുക്ക് ഉത്തേജനം തരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുള്ള ഏറ്റവും വലിയ സ്പിരിച്വൽ സ്റ്റീറോയിഡ്, നമ്മളെ തളർത്തിക്കളയാത്ത, നമ്മളെ ബൂസ്റ്റ് തന്ന് പെട്ടെന്ന് തളർത്തിക്കളയുന്ന തരത്തിലുള്ള എനർജി അല്ല, തന്നാൽ മുമ്പോട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ചെറുപ്പം മുതലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സങ്കീർത്തകൻ 71-ാം സങ്കീർത്തനത്തിൽ പറയുന്നതാണ്, കർത്താവേ ചെറുപ്പം മുതൽ അങ്ങാണെൻ്റെ ആശ്രയം, എൻ്റെ പ്രത്യാശ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു വചനം കാണാപ്പാട് അറിയായിരിക്കും അല്ലേ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയാക്കി മാറ്റും. അത് നന്മയാക്കി മാറ്റുമെന്നുള്ളത് ഒരു പ്രത്യാശയാണ്. ആ പ്രത്യാശ ആർക്കാ ഉള്ളത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആ സ്നേഹം ഉള്ളിലേക്ക് നിറഞ്ഞവർക്ക് ഈ പ്രത്യാശ ഉണ്ടാവും. അല്ലാത്തവർ നിരാശപ്പെട്ടു പോകും, സങ്കടങ്ങളിലേക്ക് വീണു പോകും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒറ്റ കാര്യം നമ്മളെ പിടിച്ചു നിർത്തേണ്ടത് ഈശോയെ അറിയുക. ഈ ആലയത്തിൽ വെച്ച് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ജീവൻ തരാനും അത് സമൃദ്ധമായി തരാനും നിത്യജീവൻ തരാനും പറ്റുന്ന ആ ഈശോയുടെ പ്രസൻസ് അറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഈശോയെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹീതരാകും. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഈ സുവിശേഷ ഭാഗം എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് അതറിയാം. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളിൽ ഈശോ ഇങ്ങനെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ്? ഈശോയ്ക്ക് തൻ്റെ ശിഷ്യന്മാരിൽ കേൾക്കാൻ ആഗ്രഹിച്ച, ഈശോ ചോദിച്ച വളരെ അപൂർവം ചോദ്യങ്ങളൊന്നാണത്. ഈശോ ശിഷ്യന്മാരോട് അധികം ചോദ്യങ്ങളും ചോദിക്കാറില്ല, പറഞ്ഞു കൊടുക്കാറേ ഉള്ളൂ. പക്ഷെ അവരോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണിത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മളോട് എല്ലാവരോടും, അച്ഛനോടും നിങ്ങളോട് എല്ലാവരോടും, ഓരോ വ്യക്തികളോടും വളരെ ഇൻഡിവിജ്വലായിട്ട് പേഴ്സണലായിട്ട് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? എന്ന് വെച്ചാൽ നിനക്ക് ഞാൻ ആരാണ്? കിട്ടുന്നുണ്ടോ? നിനക്ക് ഞാൻ ആരാണ്? പത്രോസിൽ എന്നാ മറുപടി പറഞ്ഞേ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ പിന്നെ എന്നാ മറുപടി പറഞ്ഞു? മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതിന് മുമ്പ് പത്രോസിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. ഒരാൾ ബ്ലെസ്ഡ് ആവുന്നത്, ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്, ഒരാളെ ഭാഗ്യവാനെന്ന് ഭാഗ്യവതി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയോ? ഈ ഈശോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് ഭാഗ്യവാൻ. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ലോട്ടറി അടിക്കില്ലായിരിക്കും, നിങ്ങളുടെ കടം ഒരിക്കലും മാറില്ലായിരിക്കും, നിങ്ങളുടെ രോഗം ചിലപ്പോൾ മാറില്ലായിരിക്കും, നിങ്ങളുടെ സങ്കടം ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും വലുതാവുമായിരിക്കും നാളെ. പക്ഷേ എന്നാ വന്നാലും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈശോ എൻ്റെ കൂടെയുണ്ടെന്നും ഞാൻ അവൻ്റെ സ്വന്തമാണെന്നും ആ സ്നേഹം എന്നെ പിടിച്ചു നിർത്തുന്നു അറിയുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. കടം വന്നാലും രോഗം വന്നാലും മക്കൾ ഇട്ടേച്ച് പോയാലും മരണം വന്ന് മാടി വിളിച്ചാലും തളരില്ല, തോറ്റു കൊടുക്കില്ല. എനിക്കൊരാളുണ്ട്, ഈശോ. അവൻ എന്നെ സ്നേഹിക്കുന്നു, ആ സ്നേഹം എനിക്ക് ഉത്തേജനം നൽകുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് ഇച്ചിരി പറയുന്നതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചേക്കണം. ഈശോയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, തുടക്കം മുതൽ അവസാനം വരെ. ആ പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലും പ്രത്യാശയോടെ നമ്മൾ പിടിച്ചു നിൽക്കുന്ന ഒറ്റ കാര്യം, ഈ പ്രത്യാശയോടൊപ്പം പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് തന്നുകൊണ്ടിരിക്കുന്നു? സ്നേഹം തന്നുകൊണ്ടിരിക്കുന്നു. ആ സ്നേഹം നിമിത്തം കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടാലും
കൊലക്കുള്ള കുഞ്ഞാടിനെ പോലെ കരുതപ്പെട്ടാലും ഇതിലെല്ലാം നമ്മൾ പൂർണ്ണ വിജയം കണ്ടെത്തും. കൊരിന്തോസുകാർ കത്തെഴുതുമ്പോൾ പൗലോസ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ആ സ്നേഹം അറിയേണ്ട ഒറ്റ കാര്യത്തിലാണ്, ഈശോ നിനക്കാരാണ് എന്ന അറിവ്. ഈശോയുമായിട്ട് അങ്ങ് അടുത്ത് നിൽക്കുന്നൊരു ബോധ്യം. നമുക്ക് വിശ്വാസികളായിട്ടിരിക്കാനും പള്ളിയിൽ പോകാനൊക്കെ എളുപ്പമാണ്. പക്ഷേ വിശ്വാസം എപ്പോഴാണ് ശരിക്കും ഉണ്ടാകുന്ന അറിയോ? സഭ ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പയൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഫെയ്ത്ത് ഈസ് ആൻ എൻകൗണ്ടർ വിത്ത് ഡിവൈൻ എലൈവ്. ഫെയ്ത്ത് ഈസ് ആൻ എൻകൗണ്ടർ വിത്ത് ഡിവൈൻ എലൈവ്. ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തോടുള്ള നിങ്ങളുടെ കണ്ടുമുട്ടലാണ് വിശ്വാസം. അല്ലെങ്കിൽ വിശ്വാസം ഇല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഫെയ്ത്ത് ഈസ് ആൻ എൻകൗണ്ടർ വിത്ത് ഡിവൈൻ എലൈവ് ഓർ ഇറ്റ് ഈസ് നത്തിങ് അറ്റ് ഓൾ. ജീവിച്ചിരിക്കുന്ന ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ കണ്ടുമുട്ടലാണ് വിശ്വാസം. അങ്ങനെ ഒരു കണ്ടുമുട്ടലില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തോട് പറഞ്ഞേ ഹല്ലേലൂയ. പള്ളി പോകുന്നവനെ അല്ല ഈശോ വിശ്വാസി എന്ന് വിളിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്. നാളെ മുതൽ പള്ളി പോകാണ്ടിരുന്നേക്കല്ലേ. പള്ളി പോകുന്നവനെ അല്ല നമ്മൾ വിശ്വാസി എന്ന് വിളിക്കുന്നത്. ജപമാല കൈയും താഴെ വെക്കാത്തവനെ അല്ല, വിശുദ്ധ ഗ്രന്ഥം നെഞ്ചത്തും താഴെ വെക്കാത്തവനെ അല്ല നമ്മൾ വിശ്വാസി എന്ന് വിളിക്കുന്നത്. സഭ വിശ്വാസി എന്ന് കാണുന്നതും സ്വർഗം വിശ്വാസി എന്ന് കാണുന്നതും ഒരാളെയാണ്. ഈശോയുമായിട്ട് ഒരു എൻകൗണ്ടർ ഉള്ള ആളെ, മുഖാഭിമുഖം കണ്ടുമുട്ടിയ ഒരാളെ, ജീവിക്കുന്ന ദൈവത്തെ കണ്ട ഒരാളെ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ വിശ്വാസി എന്ന് പറയാം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേരുണ്ട് വിശ്വാസികളായിട്ട്? കൈ ഉയർത്ത്. ഈശോയെ കാണാത്ത കുറേ പിശാചുക്കളുണ്ടല്ലോ ഇതിനകത്ത്. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടു. ഇല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുമോ? ഇവിടെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, എവിടെയോ വെച്ച് കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കണ്ടു കഴിഞ്ഞിട്ട്, ഈ എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ ബലികൾ, നമ്മൾ കുമ്പസാരിക്കുന്നത്, നമ്മൾ കൂദാശകൾ പരിപൂർണം ചെയ്യുന്നത്, നമ്മൾ വചനം വായിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ആ കണ്ടുമുട്ടിയ ആളുടെ കൂടെ എപ്പോഴും ആയിരിക്കണം. ആ ആളെപ്പോലെ ആയിത്തീരണം. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാണ് ധ്യാനം കൂടുന്നത്? ധ്യാനം കൂടുന്നത്, ഞങ്ങളിവിടെ ധ്യാനമൊക്കെ കൂടുന്നവരോട് നിയോഗങ്ങൾ എഴുതി തരാറുണ്ട്. എന്തിനാണ് സാധാരണ ധ്യാനം കൂടുന്നത്? പറയൂ. സത്യസന്ധമായിട്ട് പറ. കുമ്പസാരം ഉണ്ട്, എന്നാലും എന്തിനാ ധ്യാനം കൂടുന്നത്? രോഗം മാറാൻ ധ്യാനം കൂടാറില്ലേ? ഇല്ലേ? കള്ളന്മാരെ ഉണ്ട്. പരീക്ഷ ജയിക്കാൻ ധ്യാനം കൂടുന്നില്ലേ? ഉണ്ട്. പിന്നെ എന്നാത്തിനൊക്കെ ധ്യാനം കൂടുന്നേ? ശ്രദ്ധിച്ചേ, നിങ്ങൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നതും ഏത് കൂദാശ പരികർമ്മം ചെയ്യുന്നതും നിങ്ങൾ ആരാധിക്കുന്നതും നിങ്ങൾ ബൈബിൾ വായിക്കുന്നതും നിങ്ങൾ ദേവാലയത്തിൽ പോയിരിക്കുന്നതും നിങ്ങൾ വർഷത്തിൽ ഒരിക്കലോ വർഷത്തിൽ 2 പ്രാവശ്യമോ എല്ലാ ആഴ്ചയും ഏകദിന ധ്യാനങ്ങളോ ഒക്കെ കൂടുന്നെങ്കിലും അതിൻ്റെ പരമമായ ലക്ഷ്യം ഒരിക്കൽ കണ്ടുമുട്ടിയ ആ ഈശോയിലേക്ക് അടുക്കുക, ഈശോയെപ്പോലെ ആയിത്തീരുക. ഇതാണ് ലക്ഷ്യം. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനത്തെ നിയോഗങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ അങ്ങനത്തെ നിയോഗങ്ങൾ എഴുതൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുട്ട കുത്തുനിന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഓരോ വളർച്ച, എൻ്റെ പ്രിയപ്പെട്ട സോറിൽ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ പകർത്തി എഴുതുന്നവരുണ്ട്, വിശുദ്ധ ഗ്രന്ഥം മുഴുവനായിട്ട് എഴുതുന്നവരുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? ലക്ഷ്യം എന്താണ്? പിതാവ് വന്നിട്ട് അത് പ്രകാശനം ചെയ്യുന്നു, അതാണോ ലക്ഷ്യം? ഇല്ല, നിങ്ങൾ ബൈബിൾ മുഴുവൻ വായിച്ചു തീർത്തു. അതുകൊണ്ട് അച്ഛന്മാരാരിലൊക്കെ ചോദിക്കുമ്പോഴത്തേനും ബൈബിൾ മുഴുവൻ വായിച്ചവരുണ്ടോ? ഞാനുണ്ട്. വാട്ട്സ് എയിം? എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ധ്യാനം കൂടുകയും ഏകദിന ധ്യാനങ്ങൾ കൂടുന്നു, ആരാധനയ്ക്ക് ഇരിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു, അത് വചനം എഴുതുന്നു, പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ഇത് വിശദീകരിക്കുന്നു, ഞാനിവിടെ നിന്ന് പ്രഘോഷിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? ഒരിക്കൽ ഞാൻ കണ്ടറിഞ്ഞ ഈശോയെ, ഞാൻ തൊട്ടറിഞ്ഞ ഈശോയെ, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയും അടുത്ത് വന്ന് അവസാനം അവനോട് ഒന്നായി തീരുകയും ചെയ്യുന്നിടത്താണ് സ്പിരിച്വാലിറ്റി, ആത്മീയത അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി എടുത്തേക്കണേ. നമ്മൾ ചുമ്മാ ചൊറി മാറാനും കടി മാറാനുമായിട്ട് ധ്യാനം കൂടുന്ന ആ കാലം ഇറ്റ്സ് സോ ചീപ്പ്, വളരെ ചീപ്പാണ്. അങ്ങനെ പോവല്ലെന്നാണ് ചങ്ക് തുറന്നുള്ള എൻ്റെ അപേക്ഷ. നിങ്ങൾ അവനോടൊന്നായി തീർന്നാൽ, അവനിലൊന്നായി തീർന്നാൽ, അവനെപ്പോലായി തീർന്നാൽ, പിന്നെ ആ കടം നിൻ്റെതല്ല കുഞ്ഞേ, പിന്നെ ആ പരാജയം നിൻ്റെതല്ല, പിന്നെ ആ കുടുംബ പ്രശ്നം നിൻ്റെതല്ല. കാരണം നീ ആരുടെ കൂടെയാണ്? ഈശോയുടെ കൂടെയാണ്, ഈശോയോട് ചേർന്നാണ്, ഈശോയും നീ ഒന്നാണ്. അങ്ങനെയെങ്കിൽ ഇപ്പം വീട്ടിലുള്ള കടം നിൻ്റെ അല്ല, ആരുടേതാണ്? ഈശോയുടേതാണ്. കിട്ടുന്നുണ്ടോ? നിങ്ങൾ രോഗം മാറാൻ വേണ്ടി ധ്യാനം കൂട്, ക്രിസ്ത്യൻ ധ്യാനം കൂട്. ഇവിടെയൊന്നും വരില്ല ഇതിന്, ഇവിടെയൊന്നും വരില്ല. ഇവിടെ വരുന്നത് ഈ ഹൈ ക്വാളിറ്റി ഈശോയെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. ആ ഈശോയെ കിട്ടി ഈശോയെ പോലെ ഒന്നായി തീർന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആര് നോക്കിക്കോളും? ഈശോ. കാരണം ഇതൊക്കെ ആരുടേതാണ്?
ഈശോയുടേതാണ്, നമ്മുടേതല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ ഉള്ളിലോട്ട് നിറഞ്ഞ രക്ഷപ്പെട്ടു കേട്ടോ. മനുഷ്യരോട് ഇത് പറഞ്ഞിട്ട് അവരുടെ തലയിൽ കയറുന്നില്ല. ഇതിപ്പോൾ 1.5 മണിക്കൂർ ഇത് പറഞ്ഞു കഴിഞ്ഞാലും ഇത് കഴിയുമ്പോൾ നമ്മളോട് വന്ന് പറയാനുള്ളത് എന്താണ്? അച്ഛാ പാത്തിരിക്കണേ, അച്ഛൻ 1.5 മണിക്കൂർ കണ്ടു, ഇനി അച്ഛൻ പാത്തിരിക്കണേ, പ്രാർത്ഥിക്കണേ. അയ്യോ, എനിക്ക് സങ്കടമാണ് ചില സമയത്ത്. നിങ്ങൾ വന്ന് പറയുന്നതിന് സങ്കടം എന്നല്ല കേട്ടോ, ഈ പ്രത്യാശ ഉള്ളിലോട്ട് നിറയുന്നില്ല എത്ര പറഞ്ഞു കൊടുത്തിട്ടും. എന്നാലും ഈശോയെന്ന് ചോദിച്ചോട്, കാരണം അവൻ്റെ കാര്യമാണ് ഇതെല്ലാം. ഈശോ നോക്കിക്കോളും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതുവഴി സന്തോഷത്തോന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അത് ഈശോയിലേക്ക് ഒന്നെത്തി. നിങ്ങൾ ഫിലിപ്പിയർക്ക് എഴുതി ലേഖനം എടുക്കാവോ? പൗലോസിലേക്ക് അത് പറയുന്നത് വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് അത് കാണാപ്പാട് അറിയാവുന്ന ഒരു വചനഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഫിലിപ്പിയർക്ക് എഴുതി ലേഖനം 3-ാമത്തെ അധ്യായം എടുത്തേ. ഫിലിപ്പി 3 എന്നുവെച്ചാൽ നമുക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹവും നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നവും നമ്മുടെ ആത്മീയത, നമ്മുടെ ധ്യാനങ്ങൾ, നമ്മുടെ കൂദാശ പരിക്രമങ്ങൾ, നമ്മുടെ ആരാധനക്രമം എല്ലാം ലക്ഷ്യം വെക്കേണ്ടത് ഒറ്റ കാര്യത്തിലേക്കാണ്. 3-ാമത്തെ അധ്യായം ഫിലിപ്പിയർക്ക് എഴുതി ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാൻ ശ്രദ്ധിച്ച് നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സകലവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്നാണ്. പത്രോസ്ലീഹ ആ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ ഈശോ പറഞ്ഞത് ഇത് മാംസരക്തങ്ങളല്ല. ആരത് പറഞ്ഞു തന്നത്? പിതാവ് തരുന്നത് അറിവല്ല, ജ്ഞാനമാണ്. കിട്ടുന്നുണ്ടോ? പിതാവ് തരുന്നത് എന്താണ്? ജ്ഞാനം, അറിവല്ല. അപ്പം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ ഈ രോഗമോ, ഈ വേദനയോ, ഈ പരാജയമോ, ഈ പാപങ്ങളോ, ഈ ലോക ജീവിതത്തിലെ സഹനങ്ങളോ സങ്കടങ്ങളോ അല്ല എനിക്ക് പ്രധാനം. അതെല്ലാം പോട്ടെ. ആരെ എനിക്ക് വേണം? ഈശോയെ വേണം. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. 9-ാം വാക്യം ഉറക്കെ വായിച്ചേ. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ നമ്മുടെ ആത്മീയതയുടെയും നമ്മുടെ ധ്യാനങ്ങളുടെയും നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ ലക്ഷ്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ കാലഘട്ടത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ഉള്ളിലേക്ക് നിറയണം. കാരണം നമുക്കിനി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ച് കളയാൻ സമയമില്ല. ഈ ജീവിതം ഇനി കളയാൻ സമയമില്ല. നിങ്ങൾ ഇനി എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും ആർക്കറിയാം? ലോകാവസാനമൊക്കെ ഉണ്ടോ? എന്നാ? എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ഉണ്ടല്ലോ. എനിക്കും ഒരു ലോകാവസാനമുണ്ട്, നിങ്ങൾക്കും ഒരു ലോകാവസാനം ഉണ്ട്. ടോട്ടൽ പറയാൻ ഞാൻ അത്ര ഒരു മണ്ടനായിട്ടില്ല. കാരണം ഈശോ തന്നെ പറഞ്ഞു പിതാവിനല്ലാതെ മറ്റാർക്കും അതറിയത്തില്ല. പിന്നെ നമ്മളത് പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ മണ്ടനാവുന്നില്ല. ഇപ്പം തന്നെ ഞാൻ ഒരു മണ്ടനാണ് ഈശോയ്ക്ക് വേണ്ടി. കൂടുതൽ മണ്ടനാവാൻ ഞാൻ ആഗ്രഹിക്കില്ല മാനുഷികമായിട്ട്. അപ്പം അത് തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തരും, വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് അതെന്നാന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എനിക്കും നിങ്ങൾക്കും ഒരു ലോകാവസാനം ഉണ്ട്. ചിലപ്പോൾ ഇന്നായിരിക്കാം, നാളെ ആയിരിക്കാം. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും നമുക്ക് അറിഞ്ഞൂടാ. ബോണസ് കിട്ടി നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാന്ന് അറിഞ്ഞൂടാ. പക്ഷേ അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ഈ വിശ്വാസം ഒന്ന് പ്രഖ്യാപിക്കാൻ പറ്റണം, ഞാൻ അവനോട് കൂടെ ഒന്നായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വലിയ ബോധ്യത്തിൽ പറഞ്ഞത്, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു സുന്ദരമായൊരു വചനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം എടുത്തേ. യെശയ്യാ 44 അതിൻ്റെ 5-ാമത്തെ വാക്യം. യെശയ്യാ 44 അതിൻ്റെ 5-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. കിട്ടിയോ? യെശയ്യാ 44 5-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ടതും നമുക്ക് ഉണ്ടാവേണ്ട ഐഡൻറ്റിറ്റി, നമ്മുടെ അഡ്രസ്സ് ഇങ്ങനെയാണ്, ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമം സ്വീകരിക്കും, മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ എന്ത് മുദ്രണം ചെയ്യും? കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യും, ഇസ്രായേൽ എന്ന പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഇനി അറിയപ്പെടേണ്ടത്, ക്രിസ്ത്യാനി അറിയപ്പെടേണ്ടത് ഒരു മതചട്ടക്കൂടിൻ്റെ ഭാഗമായി നിൽക്കുന്നു, ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു, ഒരു ആരാധനക്രമത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. ആ റൈറ്റിൽ പെടുന്നു, ഈ റൈറ്റിൽ പെടുന്നു, ആ രൂപതയിൽ, ഈ രൂപതയിൽ. ഇതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. നിങ്ങൾ ഏത് ആരാധനക്രമം ഫോളോ ചെയ്യുന്നു എന്നിട്ട് മറ്റുള്ള ആരാധനക്രമം ഫോളോ ചെയ്യുന്നവരെ താഴ്ത്തി കെട്ടുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ, നിങ്ങൾ ശരിയല്ല, അതാണ് ശരി, ഇതാണ് ശരി. ആ കാലം ചീഞ്ഞു. സെക്റ്റുകളുടെ പേര്, സഭാ കൂട്ടായ്മകളുടെ പേരിൽ, ആരാധനക്രമങ്ങളുടെ പേരിൽ ഇങ്ങനെ അളിഞ്ഞ് ചീഞ്ഞ് നാറി നിൽക്കുകയാണ്. കാലം കെട്ടു. നീ അറിയപ്പെടേണ്ട ഒറ്റ കാര്യത്തിലാണ്, ഞാൻ കർത്താവിനുള്ളതാണ്, എൻ്റെ സഭ കർത്താവിനുള്ളതാണ്,
എൻ്റെ കുടുംബം കർത്താവിനുള്ളതാണ്, എൻ്റെ പ്രാർത്ഥന കൂട്ടായ്മ കർത്താവിനുള്ളതാണ്. അത് കയ്യേൽ മാത്രമല്ല, നെഞ്ചത്തും ജീവിതത്തിൽ മുഴുവൻ മുദ്രണം ചെയ്തു വെക്കേണ്ടതാണ്. ഞാൻ കർത്താവിനുള്ളതാണ്, അറിയപ്പെടേണ്ടത് ആ ഒരൊറ്റ പാരമ്പര്യത്തിലാണ്. എന്നോട് എന്നാ വിഷമം തോന്നിയിട്ടും കാര്യമില്ല, ഞാനത് ഉള്ള ബോധ്യത്തോടെ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയാണ്, നിങ്ങൾ അറിയപ്പെടുന്നത്, സഭ അറിയപ്പെടേണ്ടത്, ക്രിസ്ത്യാനി അറിയപ്പെടേണ്ടത്, ഈശോയിൽ വിശ്വസിക്കുന്നവർ അറിയപ്പെടേണ്ടത് ശക്തികളുടെ പേരിലോ ആരാധന ക്രമങ്ങളുടെ പേരിലോ അല്ല. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്, ഞാൻ ഈശോയുടേതാണ്, കർത്താവിനുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ അടിവെക്കും. കർത്താവിനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. ശരിയല്ലേ? നിങ്ങളിപ്പോൾ പല കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, പല ആരാധനാക്രമം ഫോളോ ചെയ്യുന്നവരാണ്. നിങ്ങളിവിടെ ഒരുമിച്ച് കൂട്ടിയത് ഒറ്റ കാര്യമാണ്. കിട്ടുന്നുണ്ടോ? ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി അക്രൈസ്തവർ വരാറുണ്ട്, പല ഡിനോമിനേഷൻസിലുള്ളവർ വരാറുണ്ട്. ഒറ്റ കാര്യമാണ് ഒരുമിച്ച് ചേർക്കുന്നത്. എന്ത്? ഈശോ. എന്താ വെച്ചാൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് എനിക്കും നിങ്ങൾക്കുള്ള ഒരു കോമൺ ഐഡൻറ്റിറ്റി നമ്മൾ ആർക്കുള്ളതാണ്? കർത്താവിനുള്ളത്. കർത്താവിൻ്റെ സ്വന്തം, അവൻ്റെ സ്വന്തമാണ്. അങ്ങനെ ഒരു ബോധം കിട്ടിയവനെ തോപ്പിക്കാൻ ആർക്ക് പറ്റും? അതായത് കർത്താവ് കൂടെയുണ്ടെന്നും ഞാൻ ആ കർത്താവിൻ്റെ കൂടെയാണെന്ന് പറയുന്നവന് നിരാശപ്പെടാനുള്ള അനുവാദമില്ല. നിരാശ വന്നാൽ പ്രത്യാശ നമ്മളെ മുന്നോട്ട് നയിക്കും. ആ പ്രത്യാശയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് നിറയും. ആ സ്നേഹത്തിൽ നമ്മളെല്ലാത്തിനെയും അതിജീവിക്കും. എന്നോട് പൗലോസ് ബോധ്യത്തോടെ റോമാക്കർക്ക് 8-ാമത്തെ അധ്യായത്തിൽ പറയും, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ. എന്ന് വെച്ചാൽ നമ്മളൊരു കമ്പനി ആയാൽ ആര് നമുക്ക് എതിര് നിൽക്കും? പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ രോഗമോ വേദനയോ ഇന്ന് ചില സങ്കടങ്ങളോ സഹനങ്ങളോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഒറ്റ കാര്യം ഉറപ്പുവരുത്തുക, പ്രാർത്ഥിക്കുക. ഈ രോഗം മാറാൻ, ഈ വേദന മാറാൻ, സങ്കടം മാറാനല്ല, ഒറ്റ കാര്യത്തിൽ പ്രാർത്ഥിക്കുക, എനിക്ക് നിൻ്റെ കൂടെ ആയിരിക്കണം, നീ എൻ്റെ കൂടെ ഉണ്ടാവണം. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ രോഗം നമുക്കെതിരെ നിൽക്കില്ല, വേദന നമുക്കെതിരെ നിൽക്കില്ല, പാപം നമുക്കെതിരെ നിൽക്കില്ല, ആളുകളുടെ തെറ്റിദ്ധാരണ, ഗൂഢാലോചന, നമുക്കെതിരെ സംസാരിച്ചത്, നമുക്കെതിരെ ചെയ്തത് ഒന്നും നമുക്കെതിരെ നിൽക്കില്ല. കാരണം ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. എന്നൊരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെയുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.